24 മണിക്കൂർ മുതൽ 30 മണിക്കൂർ വരെയുള്ള സമയത്തിനുള്ളിൽ കോൺഗ്രസ് തീരുമാനം പ്രഖ്യാപിക്കും എന്നാണ് ജയറാം രമേശ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ മെയ് 20-ാം തീയതിയാണ് അമേഠിയിലും റായ്ബറേലിയിലും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. മെയ് 3, അതായത് ഇനി വെറും 2 ദിവസം മാത്രമാണ്, 2 പ്രവൃത്തി ദിവസം മാത്രമാണ് നോമിനേഷൻ സമർപ്പിക്കാനുള്ളത്. അപ്പോൾ നാളെ തന്നെ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട്, മറ്റന്നാൾ നോമിനേഷൻ സമർപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഉത്തർപ്രദേശിൽ ഇപ്പോൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സഖ്യം ചേർന്ന നിലയ്ക്ക് അവിടെ വലിയ പ്രതീക്ഷ ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്കിനുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാദവ് മുസ്ലിം വോട്ടുകളിൽ മാത്രമായിരുന്നു പ്രതീക്ഷ അർപ്പിച്ചിരുന്നതെങ്കിൽ ഇത്തവണ കോൺഗ്രസിനെ കൂടി ഒപ്പം ചേർത്തുകൊണ്ട് പിച്ഛ്ഡ ദളിത് അല്പസംഖ്യക് എന്ന് പറയുന്ന ഒരു വിശാല വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് ഒരു പരിധിവരെ RLDയും നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും RLD അവസാന ഘട്ടത്തിൽ മാറിയെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എങ്കിൽ പോലും വെസ്റ്റേൺ UPയിലൊക്കെ തന്നെയും ഈ കർഷക സമരം സൃഷ്ടിച്ചിട്ടുള്ള പ്രതിപക്ഷത്തിനോടുള്ള, പ്രത്യേകിച്ച് ഇന്ത്യ ബ്ലോക്കിനോടുള്ള ഒരു അനുകമ്പ, ഒരു സഹതാപം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ നമ്മൾ ഇതുവരെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള, ഇപ്പോൾ വെസ്റ്റേൺ UPയിലൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് വലിയ നിലയിൽ ഹിന്ദു വോട്ടുകൾ പോളിംഗ് ബൂത്തിൽ എത്താൻ വിസമ്മതിക്കുകയും, എന്ന് വെച്ചാൽ പോളിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞത് BJPയെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, അങ്ങനെ ഹിന്ദി ബെൽറ്റിലൊക്കെ തന്നെയും ആശങ്കാകുലരാക്കിയിട്ടുണ്ട്. ഇവിടെ ഉത്തർപ്രദേശിലും ന്യൂനപക്ഷങ്ങൾ കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്കിനെ, സമാജ്വാദി പാർട്ടിയെ, കോൺഗ്രസിനെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ രാഹുൽ ഗാന്ധിയിലേക്ക് വന്നാലുള്ള ഏറ്റവും പ്രധാനം, എന്തുകൊണ്ടാണ് ഇത്തവണ പല കാര്യങ്ങളും സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വയനാട് തെരഞ്ഞെടുപ്പിനായി രാഹുൽ ഗാന്ധി ഒരു തവണ മാത്രമാണ് വന്നത്. ആ ഒരു തവണ വരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കൊടി കീശയിലിട്ടുകൊണ്ടാണ് വന്നത്. എന്ന് വെച്ചാൽ അതൊരു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് വാർത്തയായി ചിലപ്പോൾ സാധാരണഗതിയിൽ ആളുകളുടെ മുമ്പിലേക്ക് എത്തുമായിരിക്കും, പക്ഷേ അതൊരു വലിയ വിവാദ വാർത്തയായി വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ഇവിടെ അമേഠിയെയും റായ്ബറേലിയെയും സംബന്ധിച്ചിടത്തോളം സമാനമായ സ്ഥിതിവിശേഷം കോൺഗ്രസ് നേരിടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെതിരെയാണ് നരേന്ദ്രമോദി തുടർച്ചയായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേര് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 പേര് പാർലമെൻറ്റിൽ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന് പറയുമ്പോൾ വീണ്ടും ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ വലിയ വാർത്തയാക്കിയും വലിയ വിവാദമാക്കിയും കൊണ്ടുവരാൻ നരേന്ദ്രമോദി ശ്രമിച്ചേക്കും. അതുകൊണ്ട് റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അമേഠിയിൽ വീണ്ടും മത്സരിക്കുന്നു എന്ന ഇക്വേഷൻ നേരത്തെ മുതൽ രാഹുൽ ഗാന്ധിക്ക് എതിർപ്പായിരുന്നു. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ആദ്യം മത്സരിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റായ്ബറേലിയിലും മത്സരിക്കേണ്ടതില്ല, ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസി മതി എന്നുള്ള നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. പക്ഷേ അത് പോരാ. നിലവിലെ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലെ ഇന്ത്യ ബ്ലോക്കിനെ ഉത്തേജിപ്പിക്കാൻ നമുക്കറിയാവുന്നതുപോലെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നതല്ല. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോഴേക്കും അഖിലേഷ് യാദവ് ചാടി മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. എന്ന് വെച്ചാൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു മെഷീനറിയെ ഒന്ന് പിടിച്ചു കുലുക്കാൻ അഖിലേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ആവശ്യമായിരുന്നു എന്നുള്ളതുകൊണ്ട്. എന്നതുപോലെ തന്നെ ഇപ്പോൾ 17 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. കോൺഗ്രസ് കേഡറിനെ ഒന്ന് പിടിച്ചു കുലുക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഇരുന്നാൽ പറ്റില്ല, കേരളത്തിലെ വയനാട്ടിൽ മത്സരിച്ചാൽ പറ്റില്ല. അവർക്ക് അവിടെ ഒരു ഉത്തേജനം ഉണ്ടാകണമെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രണ്ടുപേരും മത്സര രംഗത്തുണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് ആവർത്തിച്ച്, പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ തന്നെയും എൻറ്റയർ കോൺഗ്രസ് മെഷീനറി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രചരണം BJP വീണ്ടും അഴിച്ചുവിടുമോ എന്നുള്ള ആശങ്ക ഒന്ന്. 2, ഒരു കുടുംബത്തിലെ 3 പേര് പാർലമെൻറ്റിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ അവരുടെ തന്നെ അക്കാര്യത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ബോധം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സമയമെടുപ്പിക്കുന്നത് എന്നാണ് കരുതേണ്ടത്. ഏതായാലും പിച്ഛ്ഡ ദളിത് അല്പസംഖ്യക് എന്ന് പറയുന്ന ഒരു വിശാലമായ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഈ ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ 80 സീറ്റുകളാണ്. ഈ 80 സീറ്റുകളിലെ വിജയം എന്ന് പറയുന്നത്, അതിൽ ചലനമുണ്ടാക്കുക എന്ന് പറയുന്നത് ഇത്തരം വിവാദങ്ങൾ കണ്ടും അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് ആശങ്കപ്പെട്ട് പിന്നോക്കം പോകേണ്ട കാര്യമല്ല. അവിടെ നേരത്തെ 15 സീറ്റുകളിലാണ് SPക്കും BSPക്കും സീറ്റുകൾ ഉണ്ടായിരുന്നത്.
അതൊരു 25-30 ആക്കാൻ കഴിയുകയാണ് എങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJPയെ എത്തിക്കാതെ കഴിയും എന്നുള്ളതാണ്. അതിനുള്ള സൂചനകളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അജിത് പവാർ പക്ഷത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നു ഉദ്ധവിനും പവാറിനും ശരത് പവാറിനും അനുകൂലമായിട്ടുള്ള സഹതാപ തരംഗം അവിടെ ഉണ്ട് എന്ന്. ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വലിയ ആശങ്ക പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തേജസ്വി യാദവിന് അനുകൂലമായിട്ടുള്ള വികാരം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. ദക്ഷിണേന്ത്യയിൽ നമ്മൾ കർണാടകത്തിലെ കാര്യം ഇന്നലെ ചർച്ച ചെയ്തു. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങിക്കൊണ്ടിരുന്ന കർണാടകത്തിൽ വലിയ തിരിച്ചടിയിലേക്കാണോ BJP JDS സഖ്യം പോകുന്നത് എന്നുള്ള സംശയമുണ്ടായി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇപ്പം രാജസ്ഥാനിൽ തന്നെയും ഈ കർഷക സമരത്തിൻ്റെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് അവലോകനങ്ങൾ വരുന്നു. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷം എന്നുള്ളത് ഇപ്പോഴൊരു പ്രശ്നമാണ്. അത് ഓരോ ദിവസവും അതിനാക്കം കൂട്ടുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്ത വിഷയമുണ്ടല്ലോ, അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ അബ് കി ബാർ 400 പാർ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ള BJP ഇപ്പോൾ ആ മുദ്രാവാക്യം ഉയർത്തുന്നില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ സംബന്ധിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നാൽ 5 വർഷം കൊണ്ട് 5 പ്രധാനമന്ത്രി എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ, അതായത് BJPയുടെ ഏറ്റവും വലിയ പ്രചാരകനായ നരേന്ദ്രമോദി തന്നെ പറയുന്നു എന്ന് പറയുമ്പോൾ അത്തരം സാഹചര്യത്തിലേക്ക് BJP പോലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്നാണ്. ബാക്കി പ്രചരണങ്ങളെയൊക്കെ നേരിടുക എന്ന് പറയുന്ന വളരെ ചെറിയ വിഷയത്തിലേക്ക് ഒതുങ്ങരുത് എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ മെഷീനറിയും പൂർണ്ണമായ ആവേശത്തോടു കൂടി പ്രവർത്തിച്ചാൽ മാത്രമാണ് ലക്ഷ്യം നേടാൻ. Meet the editors.